എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ പകർന്നല്ലോ. യേശുനാഥ നീയൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീയൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും ഞങ്ങളെ അതിശയം അത്ഭുതമായി സൂക്ഷിച്ച് പരിപാലിച്ച് നന്നായി ഉറങ്ങി ഉണർന്നു ഒരു നല്ല പ്രഭാതം കൂടെ ദാനമായി തന്നതാർത്ത് സ്തോത്രം ചെയ്യട്ടെ, സ്തുതിക്കട്ടെ കർത്താവേ. അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന അവിടുത്തെ പക്കലുണ്ട്. ഇന്നുവരെ ഞങ്ങൾക്ക് തന്ന് സഹായിച്ച് പോറ്റിപ്പുലർത്തിയ ദൈവം അവിടുന്ന് വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കട്ടെ കർത്താവേ. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവമേ, വീണ്ടും നടത്താൻ സർവശക്തന അപ്പൻ്റെ കരങ്ങളിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിക്കുക കർത്താവേ. അപ്പോൾ ആ സ്തോത്രം ഞങ്ങളുടെ കുടുംബത്തെ തരട്ടപ്പാ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ശത്രു കാണാതെ സൂക്ഷിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തോട് ചേർന്ന് ആലോചന ചോദിച്ചുകൊണ്ട് പഠിപ്പാൻ അവരെ സഹായിക്കണമേ. അവരുടെ എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കണമേ കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പാ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, BS നഴ്സിങ്ങിന്, എൻജിനീയറിങ്ങിന് പഠിക്കുന്ന മക്കൾ, കർത്താവേ, മെഡിസിന് പഠിക്കുന്ന മക്കൾ, സ്തോത്രം 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 കർത്താവേ. OIT IELTS പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പ്രൊമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, അങ്ങനെ വിവിധ പരീക്ഷകളിലൊക്കെ നടക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ ജ്ഞാനത്താൽ എൻ്റെ അപ്പൻ്റെ കരമൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ശത്രു കാണരുത്, ദുഷ്ടപിശാചി തുടരുത്, അന്ധകാരത്തിനെ ഒന്നും കടന്നു വരരുത്. കർത്താവ് കാവൽ ചെയ്യണമേ. നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ കർത്താവിനെ പാദപ്പെടുത്തി സമർപ്പിക്കുക. മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾക്ക് മാതാവും പിതാവുമായി കൂടെ ഇരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഷളത്വം നിറഞ്ഞ ലോകത്തിൽ കൂടിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നത്. നീ അവരെ സംരക്ഷിക്കണമേ അപ്പാ. ദൈവമുള്ള കുഞ്ഞുങ്ങളാക്കി തീർത്തുകൊള്ളണമേ പിതാവേ. മാതാപിതാക്കളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഉണ്ടപ്പോൾ അവരുമായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് സൂക്ഷിച്ചു കൊള്ളണമേ, പരിപാലിച്ചു കൊള്ളണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളുണ്ടപ്പോൾ അവരെല്ലാം കരുതണമേ. നല്ല മാതാവും പിതാവുമായി കൂടെ ഇരുന്നവർക്ക് ആലോചന പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെ കാത്തുകൊള്ളണമേ കർത്താവേ. ആരോഗ്യം ബലവും കൊടുക്കണമേ. പ്രത്യേകിച്ച് നഴ്സുമാരായ കുഞ്ഞുങ്ങൾ, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മക്കൾ, വിവിധ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ശാരീരികമായും മാനസികമായും ബലപ്പെടുത്തിക്കൊള്ളണമേ. ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും കൊടുക്കണേ. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും കൊടുക്കണേ. കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ അവരെ മറയ്ക്കണമേ. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർക്കണേ അപ്പാ. അവിടുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നപ്പച്ച അവരെ കാത്തുകൊള്ളണമേ. കർത്താവെ, തക്ക തുണയെ ഒരുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. ഈ ആണ്ട് തീരുന്നതിന് മുൻപേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കുടുംബജീവിതം ഒരുക്കണമേ. കുടുംബജീവിതം സ്ഥാപിച്ചത് എൻ്റെ അപ്പനാണല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് അവിടുന്ന് കണ്ടതാണല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം അത്ഭുത വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്നോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കുമാറാകണം കർത്താവ്. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിത്തരണം. ബാലപീഠനെല്ലാം വിടുവിക്കുമാറാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി കാണപ്പെടണം. സ്വർഗമേ, അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ജോലിയില്ലാത്ത പ്രിയമക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
നാഥാ, ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു തരണം. ശത്രു അടച്ചതൊക്കെയും സ്വർഗം തുറക്കുമാറാകണം. നീ വഴി തുറക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ പാദപീഠത്തിൽ ചേർന്നുവെന്ന് ആരെല്ലാം കരയുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ, ആവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്നു, അവരോട് മനസ്സലിയനം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇരക്കുവാൻ നാണമ, കിളയ്ക്കുവാൻ ശേഷിയില്ല, നിത്യവൃത്തിക്കുള്ള വക അപ്പൻ്റെ പക്കല. തൻ്റെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എൻ്റെ യാചനയുടെ ശബ്ദം കൈക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സകല മക്കളുടെ മേലും സ്വർഗത്തിലെ അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ ഹല്ലേലൂയ കർത്താവെ വാതിൽ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹത്വമേറിയ സാക്ഷ്യത്തിനായി തൻ്റെ മക്കളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. സ്വർഗത്തിലെ ദൈവമേ, കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്. അവരോട് മനസ്സലിവ് കാണിക്കണം. അവരുടെ സകല ബുദ്ധിമുട്ടും സ്വർഗത്തിലെ അപ്പത്തിന് പൂർണ്ണമായും തീർത്തു കൊടുക്കണം. സ്വർഗത്തിലെ അപ്പൻ്റെ കാര്യങ്ങളിൽ ആ വിഷയം ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആ അത്യുന്നതൻ്റെ ശക്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിഴലിടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു നിന്ന് സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കുമാറാകണം. അവരുടെ നല്ല തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, പല പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി ചെയ്യേണ്ടതായ മക്കളുണ്ട്. കർത്താവേ, നീ അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അവരുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളും മാറ്റണമേ. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തവരെ ഒന്ന് പോഷിപ്പിക്കണമേ. അവർക്ക് ഉറപ്പും ധൈര്യവും കൊടുത്തവരെ നിലനിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം വരളണമേ. ഊനമില്ലാത്ത തലമുറയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളുമുണ്ട്. സ്വർഗീയ സമാധാനം കൊണ്ട് ആ മക്കളെ നിറയ്ക്കണം. ആരും ചിഹ്നഭിന്നമായിപ്പാൻ സമ്മതിക്കല്ലെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കർത്താവേ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കർത്താവേ. ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ ഭവനമില്ലാത്തവരെ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചാ, തൻ്റെ മക്കൾക്ക് തലതായിപ്പാൻ ഭവനം ഒരുക്കണമേ. വാടക ഭവനങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ട്. കർത്താവേ, അവരുടെ കണ്ണുനീരിനെ ഒന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളും ഉണ്ടപ്പാ. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ മക്കൾക്കും ഭാഗ്യമൊരുക്കിക്കാട്ടപ്പാ. സ്തോത്രം, സ്തോത്രം. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങളുടെ നടുവിൽ കഴിയുന്നവരുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ സകലതും അറിയുന്ന ദൈവമാ, ഉള്ളതുപോലെ കാണുന്ന കർത്താവാ. തൻ്റെ മക്കളെ സഹായിക്കണമേ കർത്താവേ. സ്വർഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് സകലത്തിന് മതിയായ ദൈവമാ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നടുത്ത വചനമാ കർത്താവേ. എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് കടന്നു വരുന്ന മക്കളാപ്പാ, അവിടുന്ന് സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ സ്വർഗം അറിയുന്നല്ലോ. അവരുടെ വിഷയത്തിന്മേൽ സ്വർഗം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ രോഗികളെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. അപ്പാ, എൻ്റെ കർത്താവ്, ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വയ്ക്കുമാറാകണമേ. എൻ്റെ കർത്താവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനുഷ്യരാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമാ. ഡോക്ടർമാർക്ക് കഴിയാത്തതിൻ്റെ അപ്പന് കഴിയുമല്ലോ. ആ കാൽവരി ക്രൂശിൽ ഒരു തുള്ളി രക്തം മതിയല്ലോ. ആ രക്തം ഞങ്ങളെ ശക്തീകരിക്കുന്നതാ, ശുദ്ധീകരിക്കുന്നതാ, സൗഖ്യമാക്കുന്നതാ, സമൃദ്ധിയിലേക്ക് നടത്തുന്നതാ, സമാധാനം തരുന്ന രക്തമാ. ഈ കാൽവരി രക്തത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരം ചലിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ നൽകുമാറാകണം. സകലവിധ വ്യാധികൾക്കും ഔഷധം എൻ്റെ അപ്പനാകയാൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഐസിയുലും സിസിയിലും ഡെലിവറി റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഒക്കെ കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ടപ്പാ. എവിടെയായിരുന്നാലും പൊന്നുകരം വയ്ക്കണമെന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗമുള്ളവരെ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവരെ, തലയുടെ അകത്ത് വേദനയാൽ ഭാരമുള്ളവർ കർത്താവെ, പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, അലർജിയുള്ളവർ കർത്താവെ, സ്തോത്രം, സ്തോത്രം കർത്താവെ. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ കർത്താവെ, ഉദര സംബന്ധമായ പലവിധത്തിലുള്ള രോഗങ്ങളുള്ളവർ കർത്താവെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കൾ, തലമുടി കഴിയുന്ന മക്കൾ കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, വാർദ്ധക്യത്തിലായിരിക്കുന്ന
പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ സംരക്ഷിക്കണമേ അപ്പാ. നീ അവിടുന്ന് താങ്ങും തണലുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനാഥര വിധവകളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. എൻ്റെ കർത്താവ് കരുണയുള്ള ദൈവം, മനസ്സലിയുള്ള ദൈവമാകിയാൽ എല്ലാവരുടെ മേലും ആ പൊന്നുകര വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ കർത്താവിൻ്റെ മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കുമാറാകണം. എല്ലാ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ടേയും പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും ഉള്ളവരുണ്ടപ്പാ, ഉണങ്ങാത്ത വ്രണവുമായി നടക്കുന്നവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വപ്പാ, മഹത്വം മഹത്വം കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള ജീവിതങ്ങളുണ്ട് കർത്താവേ. ആമേൻ. സ്വർഗത്തിലെ ദൈവം അത്ഭുതവാനാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, സൗഖ്യദായകനാകിയാൽ അപ്പൻ്റെ കരമൊന്ന് ചലിപ്പിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ കർത്താവേ, ആമേൻ കർത്താവേ, നീ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട്, ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളുണ്ട്. എന്നാൽ സ്വർഗമിറങ്ങി പ്രവർത്തിക്കും, സ്വർഗം ഞങ്ങളെ മാനിക്കും, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കും. ആമേൻ. കർത്താവിന് സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ്, എല്ലാ മക്കളുടെ യാത്രയെ കൂടെ ഇരിക്കണേ, അവസരത്തിൽ പിടിപ്പിക്കണമേ. എല്ലാ വാഹനങ്ങളെയും രക്തം കൊണ്ട് മുദ്രയിടണമേ അപ്പാ. സ്തോത്രം. മുൻപും പിൻപിടുപോലും ദൂതനെ നിർത്തിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവേ, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആരുടെയും കണ്ണുനനെ ഞാൻ സമ്മതിക്കല്ലേ കർത്താവേ. ഹല്ലേലൂയ. പരവേദനയുള്ള നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാ. നാഥാ, നീ ഒന്നും അറിയാതെ ഞങ്ങളുടെ തലയിലൊരു മുടി പോലും കൊഴികയില്ല കർത്താവേ. തൻ്റെ മക്കളെ സംരക്ഷിക്കണമേ, സഹായിക്കണമേ, പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇടയാക്കണമേ. ആരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. ആ ബലമുള്ള കരത്തിൽ നിൻ്റെ മക്കളെ താങ്ങിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ടപ്പാ. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സമാധാനം അയക്കണമേ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നപ്പാ. സൂക്ഷ്കാന്തിയോടെ വേല ചെയ്യാൻ ഓരോ മക്കളെയും ഒരുക്കണമേ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വേല നിമിത്തം ഹാലലിയ ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളെ പല പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാ. എൻ്റെ കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. കാരാഗ്രഹത്തിൽ കടന്നതായ പത്രോസിനെയും പൗലോസിനെയും ശീലാസിനെയും ഒക്കെ ഹാലലിയ കർത്താവ് മോചിപ്പിച്ചതുപോലെ അവിടെയും അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ്. ദൈവമക്കൾക്കെതിരായി ഒരു നാവും ചലിക്കുവാൻ അനുവദിക്കാതവണ്ണം സ്വർഗമിറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി സ്തോത്രം. ഭരണകർത്താക്കൾക്കായിട്ട് നന്ദി. സന്തോഷത്തോടും ദൈവകൃപയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി ആത്മാർത്ഥതയോടെ അർപ്പണാബോധത്തോടെ എല്ലാ കാര്യങ്ങളെയും ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ കർത്താവേ, ഞങ്ങൾക്ക് ഹാലലൂയ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടിവിക്കണം. പകർച്ചബാധയിൽ നിന്ന് വിടിവിക്കണം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവമേ, എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും സ്വർഗം ഓർക്കണമേ, കരുണ കാണിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രത്യേകിച്ച് കർത്താവേ ഹാലലിയ, പല കുഞ്ഞുങ്ങളും ഹാലലിയ കർത്താവേ സംസാരിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നല്ലോ. പ്രാർത്ഥനാ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ട് കർത്താവെ. അതിവേഗം പായുന്ന വചനം അയക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ജ്ഞാനത്താലെ ബുദ്ധിയാലെ ആ കുടുംബങ്ങളൊക്കെയും ദൈവത്തിലെ ആശ്രയിപ്പാൻ, ദൈവത്തെ മഹത്വീകരിപ്പാൻ, സാക്ഷീകരിപ്പാനൊക്കെ ഒരുക്കണം. അതൊരു മുഖാന്തരമായി മാറട്ടെ. സ്വർഗം സൗഖ്യമയക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. കരുണ കാണിച്ചാട്ടെ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.